പറയൂ പറയൂ, ആരാണ്? ഞാൻ പ്രകാശ് തിരുവനന്തപുരത്തുനിന്നാണ്. പറഞ്ഞോളൂ. ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. സാറിന് അല്ലല്ല, ഞാൻ അതുകൊണ്ട് ആ കാര്യങ്ങളും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാനൊരു സംഖ്യയായിരുന്നു, ഇപ്പോഴും നിലവിലും സംഖ്യയാണ്. സംഖ്യയാണ്. അത് മനസ്സിലായില്ലല്ലോ. ഗ്രേഡ് കൂടിയതല്ല, ഗ്രേഡ് കുറഞ്ഞതാണ്. കുറഞ്ഞ സംഖ്യയായി. ഓക്കെ. പണ്ട് മൂത്ത സംഖ്യയായിരുന്നു, ഇപ്പൊ ഇളയ സംഖ്യയാണ്. അങ്ങനെയും പറയാം. ഞാന് വർക്ക് ചെയ്യുന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് നേരിട്ടും അല്ലാതെയുമായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് സാറിനോട് നേരിട്ട് പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു. അപ്പോ എസെൻസിന്റെ ഒരു പ്രോഗ്രാം ഇപ്പോഴിനിയിപ്പോ അത് ഫോണിൽ പറഞ്ഞ് ലൈവ് ആയതുകൊണ്ടാണ് അത് പറയാത്തത്. എസെൻസിന്റെ ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് നടന്നപ്പോൾ സാർ ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ സാർ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ വെച്ച് പറയാന്ന് പറയുന്നത് ഇച്ചിരി കടുപ്പായിരിക്കും. അതൊന്നും നടന്നൊന്നും വരില്ല. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ മെയിലായിട്ട് അയക്കും. മെയിലായിട്ട് അയക്കാം. ഓക്കെ സാറ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഈ ഞാൻ ഒരു എത്തീസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ നിലവിൽ എന്റെ മനസ്സിലുള്ളത്. പക്ഷെ ഞാനത് വീട്ടുകാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അത് മറ്റുള്ളവർക്കൊരു വിഷമം ഉണ്ടാകില്ല. അത് എന്റെ വിശ്വാസമായിട്ടും അവരുടെ വിശ്വാസമായിട്ടും നിലനിൽക്കട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഹിന്ദു ഒരു പശ്ചാത്തലത്തിൽ ഒരു യുക്തിവാദിയായി അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദമായി ഇനി എന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, പറഞ്ഞാ കൊള്ളാം, നല്ല കാര്യം, അങ്ങനെ പോട്ടെ. പിന്നെ ഇപ്പൊ പറഞ്ഞെന്താ കുഴപ്പം? പറയേണ്ടി വരുന്നത് എന്താണ്? അല്ല, അത് അവരുടെ കുറച്ച് വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞപ്പോ ഞാനത് എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല, പറ്റില്ല, നിങ്ങൾ ചെയ്തോളൂ, എനിക്കത് എതിർപ്പില്ല. അതിനെന്താ പ്രശ്നം? അങ്ങനെ തന്നെയല്ലേ എല്ലാരും ചെയ്യേണ്ടത്. അതെ. അപ്പൊ എന്തൊരു സുഖമാണ്. നമുക്ക് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മളുടെ കുടുംബത്തിൽ ഇപ്പൊ നമ്മളിപ്പോ നിരീശ്വരവാദിയായി, അപ്പൊ ഞാൻ പറയാണ് ഓക്കെ, നമുക്ക് ഇപ്പൊ പെരുന്നാൾ വരുന്നു അല്ലെങ്കിൽ നോമ്പ് വരുന്നു, അപ്പൊ ഞാൻ നോമ്പ് നോക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ ചോദിക്കണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇപ്പൊ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇടുന്നു, അപ്പൊ നിങ്ങളൊരു നിരീശ്വരവാദി വീട്ടിലുണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് നോമ്പെടുക്കാനോ വ്രതം അനുഷ്ഠിക്കാനോ നിങ്ങളെ നിർബന്ധിക്കുമോ വീട്ടിൽ? ഇല്ല, അങ്ങനെ നിർബന്ധിക്കാറില്ല. കുഞ്ഞുങ്ങൾക്ക് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ കൂടെ ശബരിമലയ്ക്ക് പോകാറുണ്ട്. ഇതാണ് എന്തൊരു സുഖമാണ്. ഇതാണ് ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു ഹിന്ദുവായിട്ട് ജനിച്ചാൽ മതി എന്ന് ആലോചിക്കണതാണ്. പക്ഷെ ബ്രാഹ്മണനായിട്ട് ജനിക്കണം കേട്ടോ, അത് വേറെ കാര്യം. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാന് സംഖ്യയാകുന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ചുനാൾ ഇതിന്നൊക്കെ ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ചർച്ചകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്തുള്ള ഒരാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവിടെ വന്ന് കുറച്ച് ദിവസം ഇതെന്തൊക്കെയാണെന്ന് അറിയുക, മനസ്സിലാക്കുക, അതിനുശേഷം എന്താണെന്ന് തർക്കിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് ദിവസം പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എന്റെ മനസ്സിൽ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാല്, എന്റെ മുത്തച്ഛനൊക്കെ, അമ്മയുടെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ജാതി ചിന്തയുള്ളവരാണ്. ഞങ്ങൾ നായർ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അപ്പൊ അവർക്കൊക്കെ കടുത്ത ജാതി ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ കൊച്ചിനകത്ത് അങ്ങനത്തെ ജാതി ചിന്തയൊന്നും എന്തോ കളിച്ചു വളർന്ന കൂട്ടുകാരോടൊപ്പം നടന്നുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ യാതൊരു ചിന്തകളും ഉണ്ടായിരുന്നില്ല. ഞാന് ഈ ശാഖയിൽ പോകുമ്പോ അവിടെ ഒരു പ്രത്യേക ഒരു ഫംഗ്ഷൻ പോലെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എല്ലാ ജാതിക്കാരിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ എനിക്ക് പലരുടെയും ജാതിയൊന്നും അറിയാൻ പാടില്ല. പക്ഷെ അന്ന് അവിടെ അവർ ചെയ്തു വന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാ പേരും അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും. നാനാ ജാതിയിൽപ്പെട്ട വേറെ മതക്കാരൊന്നും ഇല്ലായിരുന്നു, അത് പറയാൻ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ബന്ധം ഇത് കൊണ്ടുവരും. അപ്പൊ അവര് എല്ലാവരും തന്നെ അവിടെ വെച്ചിട്ട് പരസ്പരം ആര് കൊണ്ടുവരുന്ന പൊതിയാണെന്ന് ആർക്കറിയാൻ പാടില്ല, അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ട് തോന്നി. കാര്യം എന്റെ വീട്ടില് പക്ഷെ നേരെ വീഴ്ചയുള്ള അവസ്ഥയായിരുന്നു. അപ്പൂപ്പനൊക്കെ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുടെ കടയിൽ നിന്ന് പോലും ഒരു ഹോട്ടലിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാൻ വെറുപ്പുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. ഇപ്പോ പുതിയ തലമുറയിലേക്ക് വരുമ്പോ ഈ മാറ്റം എങ്ങനെയാണ്?
സാർ വളരെ വലിയൊരു മാറ്റമുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം, ഈ ജോലി സംബന്ധമായ റിസർവേഷൻ അല്ലെങ്കിൽ ഈ അഡ്മിഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർവേഷൻ സിസ്റ്റം, അതാണ് ഈ പുതുതലമുറയിലുള്ള കുറച്ചു പേർക്കെങ്കിലും ഈ ജാതി ചിന്ത കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ മോഹൻ ഭാഗവത് പറയുന്നത് ഈ പറയുന്ന സംഗതി ഉള്ളതുകൊണ്ട് സംവരണം ഇനി തുടരേണ്ടി വരുന്നാണല്ലോ പറയുന്നത്. സംവരണം ഒരു സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ജാതി അടിസ്ഥാനത്തിൽ രീതിയോടുകൂടി, ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനോട് എനിക്ക് എതിർപ്പാണ്. അപ്പൊ നിങ്ങൾ മോഹൻ ഭാഗവതിന് എതിരാണ്? എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. ഓ, അപ്പൊ നിങ്ങൾ സംഖ്യയല്ലേ? സംഖ്യകൾക്ക് എതിർക്കുന്നതിന് പ്രശ്നമില്ല. മോഹൻ ഭാഗവതിനെ എതിർക്കാം? എതിർക്കാം. ഓ, അങ്ങനെ പറ്റും? അതും പറ്റും. കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും പറ്റില്ല? ഞാനത് ജോസഫ് മാഷിന്റെ കഥ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായി. ഒന്നല്ലേ? ഇല്ല, എനിക്കൊരു സംഖ്യയാവാൻ കൊതിയാകുന്നു. ഞങ്ങളുടെ അവിടുത്തെ ഇനി പഠിപ്പിക്കുന്ന രീതി ആയതുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവരും എതിർക്കാം, അഭിപ്രായ പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ ഒരു വലിയൊരു ശിക്ഷകൻ വന്നൊരിക്കൽ ക്ലാസ് എടുത്തപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഗീതയിലെ ഒരു കാര്യമാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അത് എനിക്ക് ആദ്യമൊന്നും വലിയ ഓർമ്മയിലില്ലായിരുന്നു. നിങ്ങളിപ്പോ ആരെന്ത് പഠിപ്പിച്ചാലും നിങ്ങളത് പഠിച്ചിട്ട് അതുപോലെ ചെയ്യരുത്, പകരം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുക, അത് മറ്റൊരാൾക്ക് ഉപദ്രവമാകാതിരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളിപ്പോൾ ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കുന്നു, നിങ്ങളൊരു ഹിന്ദുവാണ്, നിങ്ങൾ ഏത് ജാതിയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നം അറിയാം. ഞാനത് പറഞ്ഞു. അതെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഒരു ഞാൻ മുന്നേ ഇവിടെ പറഞ്ഞതാണ്, എന്നിട്ടത് മനസ്സിലാവാതെ കുറേ ആളുകൾ അത് ട്രോളിക്കൊണ്ടൊക്കെ നടക്കണ്ടേ. ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, ഒരു തലമുറ ഹിന്ദുക്കൾ, ഇപ്പം കേരളത്തിലുള്ള ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജാതി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് അത് ഒരു ഉയർന്ന ജാതിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, താഴ്ന്ന ജാതി ആവാതെ. ഇവിടുത്തെ ഈ ജാതി വിവേചനത്തിന് വലിയൊരു അറുതി വരില്ലേ? എല്ലാവരും ഒരു ജാതിയാണെന്നുണ്ടെങ്കിൽ ജാതി വിവേചനം ഉണ്ടാവോ? അതും ഉയർന്ന ജാതിയാണെങ്കിൽ. ഇടത്തോട്ട് തിരിഞ്ഞാലും ബ്രാഹ്മണൻ, വലത്തോട്ട് തിരിഞ്ഞാലും ബ്രാഹ്മണൻ. അത് നേരെ തിരിച്ചും അങ്ങനെ ചിന്തിച്ചൂടെ? എല്ലാവരും താഴ്ന്ന ജാതിക്കാരാണ് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം ഇപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യപ്പോഴും മുകളിലുള്ള സാധനമല്ലേ? താഴ്ന്ന സാധനം ഇപ്പോൾ എല്ലാവരോടും ഓപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഒരു കോംപ്ലയൻസ് വേണ്ടേ? ഒരു സാധനം നമ്മളൊരു സ്ട്രാറ്റജി വരുമ്പോൾ കോംപ്ലയൻസ് ഉണ്ടാവില്ലല്ലോ. ഉയർന്ന ജാതിക്കാരനോട് പോയിട്ട് നിങ്ങൾ താഴ്ന്ന ജാതി ആവാൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കൂ? ഇല്ല. താഴ്ന്ന ജാതിക്കാരനോട് പോയിട്ട് പോട്ടെ, നിങ്ങൾ ബ്രാഹ്മണനാവനൊന്നും പറയണ്ട, നിങ്ങൾ ഈ ഷെഡ്യൂൾ കാസ്റ്റിനകത്തുള്ള തന്നെ ഉയർന്നയും താഴ്ന്നയും ജാതികളുണ്ടല്ലോ, അവരോട് തൊട്ട് മുകളിലുള്ള ജാതി ഉള്ള ആളോട് തൊട്ട് താഴെയുള്ള ജാതി ആവാൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? പിന്നെയല്ലേ ബ്രാഹ്മണൻ. നിങ്ങൾ ഈ ഉയർന്ന ജാതി എന്ന് പറയുമ്പോൾ ഉടനെ ബ്രാഹ്മണന്റെ മണ്ടയ്ക്ക് കയറണം എന്തിനാ? ഷെഡ്യൂൾ കാസ്റ്റിനകത്ത് OBC-ക്കകത്ത് തന്നെ ഈ പ്രശ്നമല്ലേ? അപ്പോ അവിടെയും ഉണ്ടല്ലോ ഉച്ചനീചത്വം, അവിടെയും ഒരു ബ്രാഹ്മണനില്ലേ? ഷെഡ്യൂൾ കാസ്റ്റിനകത്തുള്ള ബ്രാഹ്മണനില്ലേ? ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തും ബ്രാഹ്മണനുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സിലും ഉണ്ട് ബ്രാഹ്മണൻ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടി ഹിന്ദുക്കൾ മൊത്തം ഒരൊറ്റ ജാതിയാവുക. അതിനൊരു പുതിയൊരു ഓൾറെഡി ഉള്ളൊരു സാധനം എടുത്താൽ മതി. എല്ലാവരും പട്ടേൽ, അല്ലെങ്കിൽ എല്ലാവരും മറ്റേ ഏതെങ്കിലും നമ്പൂതിരി, ഭട്ടതിരിപ്പാട്, എല്ലാവരും ഹിന്ദുക്കൾ എല്ലാവരും പേരിൻ്റെ അറ്റത്ത് ഭട്ടതിരിപ്പാട്. എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജാതി വെക്കാതിരിക്കുക. ജാതി അറിയില്ല, ഓക്കെ. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചോദിക്കുമ്പോൾ പറയേണ്ടതായിട്ട് വരും. ചോദിക്കാനാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ കോളം ഉണ്ട് താനും. അപ്പം കോളം ഒഴിവാക്കട്ടെ എന്നിട്ടും ജാതി മാറ്റാമെന്ന് പറഞ്ഞു നിന്നാൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഹിന്ദുക്കൾ ഇതൊരു പ്രശ്നമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് പേരും ജാതിയൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് ജാതി ഇല്ലാന്ന് രേഖപ്പെടുത്തി തുടങ്ങുക. അതാ വേണ്ടത്. മനസ്സിലായോ? ജാതി നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല, പക്ഷെ മതം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.